الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا قوم إنما هذه الحياة الدنيا متاع وإن الآخرة هي دار القرار من عمل سيئة فلا يجزى إلا مثلها ومن عمل صالحا من ذكر أو أنثى وهو مؤمن فأولئك يدخلون الجنة يرزقون فيها بغير حساب. ബഹുമാന്യരായ വിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, ദീനിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിക്കണമേ എന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാകും ഒരു പക്ഷേ നമ്മളിന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതിമനോഹരമായ ഒരുപാട് രാവുകളും പകലുകളുമൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വലിയ ഒരു അവസരമായി നമുക്ക് ലഭിച്ച റമദാൻ. ആ റമദാൻ വിട പറയാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് കണക്ക് കൂട്ടാവുന്ന മണിക്കൂറുകൾ തന്നെ ഉള്ളൂ, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രം. നമ്മുടെ ഒരാളുടെയും നോമ്പും നമ്മളെ സഹിച്ച ദാഹവും വിശപ്പും ഒന്നും കേവലം പട്ടിണിയും ദാഹം സഹിച്ചു, ദാഹം ഇങ്ങനെ ഒരുപാട് എടങ്ങാറായി എന്നതിനപ്പുറത്തേക്ക്, ദാഹിച്ചു എന്നതിനപ്പുറത്തേക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ കബൂലാകാനുള്ള പ്രാർത്ഥനകളിൽ എന്തായാലും നമ്മളെല്ലാവരും ഉണ്ട് ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ നമ്മൾ നമസ്കരിച്ച നമസ്കാരങ്ങളും നമ്മളുടെ പ്രാർത്ഥനകളും ഒക്കെ തന്നെയും കേവലം അധര വ്യായാമങ്ങളോ നിന്ന് കുറെ ഇടങ്ങാറാകലുകളോ അല്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്പോഴൊക്കെയും തേടിക്കൊണ്ടിരിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഓർത്തെടുക്കാൻ മാത്രമൊന്നും ദൂരവും സമയമൊന്നും ആയിട്ടില്ല. കേവലം പരിശുദ്ധ ഖുർആൻ ഈ അന്ത്യനാളിനെ കുറിച്ച് പറഞ്ഞൊരു പ്രയോഗമുണ്ടല്ലോ, ഇല്ല അശിയത്തൻ ഔ ദുഹാഹൻ. അതേപോലെയാണ് ഈ ദിവസങ്ങൾ നമ്മളിൽ നിന്ന് എത്ര പെട്ടെന്ന് കൊഴിഞ്ഞു പോയത്. ഒരു മധ്യാഹ്നം വന്നു, സായാഹ്നത്തിലേക്കെത്തി, അപ്പോഴത്തേക്കും തീർന്നു.
അങ്ങനെ പറയാവുന്ന ഒരു അവസ്ഥ ദുനിയാവിന്റെ കാര്യത്തിലാണ് അള്ളാഹു ഇത് പറഞ്ഞത്. നമുക്കെന്തായാലും നമ്മളിങ്ങനെ റമളാൻ അനുഭവിച്ചപ്പോൾ എന്തായാലും അതങ്ങനെയാണ് എന്ന് തോന്നിയവരാണ് നമ്മളൊക്കെ. ഇങ്ങനെ തന്നെയായിരിക്കും ദുനിയാവും ഉണ്ടാവുക എന്നുള്ള ഒരു തിരിച്ചറിവാണ് നമുക്കതൊക്കെ നൽകുന്നത്. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഒക്കെയായി വളരെ പെട്ടെന്ന് ഇങ്ങനെ കൊഴിഞ്ഞു പോകും എന്നുള്ള ഒരു തിരിച്ചറിവ്. അങ്ങനെ നമ്മുടെ ദുനിയാവിലെ പ്രവർത്തനങ്ങളൊക്കെയും നമുക്ക് മതിയാക്കേണ്ടി വരും. പിന്നെ പ്രവർത്തിക്കാനുള്ള അവസരമല്ലല്ലോ. നമുക്ക് ലഭ്യമായ ഈ ആയുസ്സിലെ സമയങ്ങൾ അവസാനിക്കുകയും നിശ്ചയിക്കപ്പെട്ട ശ്വാസവും നിശ്വാസവും ഒക്കെ നിലച്ചുപോയി ഇവിടുത്തെ ജീവിതം ഇവിടെ തന്നെ അവസാനിക്കുകയും ചെയ്യുക. ഇവിടുത്തെ ജീവിതം ഇവിടെ അവസാനിക്കുക. പിന്നീട് ഇവിടേക്കൊരു തിരിച്ചു വരാതില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ആ വാക്ക് പറഞ്ഞത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ സന്ദർഭത്തിൽ തീർച്ചയായിട്ടും ആലോചനകൾ എന്തൊക്കെ ഉണ്ടാവണം. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ റമളാനിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളതിനെക്കുറിച്ചുള്ള ആലോചനകൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്കുണ്ടാകുമ്പോൾ ഈ സമയങ്ങളെ ഒന്നുകൂടി ഊർജ്ജസ്വലമാക്കാൻ പറ്റും. ഇതന്നെയാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ. അപ്പൊ നമ്മുടെ ചിന്തകൾ ഇതൊക്കെ തന്നെയാണ് ഉള്ളത്. അലസത കൈവെടിയണം. ഇനിയുള്ള സമയം ഏറെ പ്രധാനപ്പെട്ടതാണ്. ആദ്യത്തേതിനേക്കാൾ ഒടുക്കമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബർക്കത്ത്, നമ്മൾക്ക് ആദ്യത്തിൽ ബർക്കത്ത് കിട്ടിയിട്ടുണ്ട് എന്ന് ആലോചിക്കാൻ സാധിക്കുന്നത് അവസാനം എങ്ങനെയുണ്ട് നോക്കിയിട്ട് തന്നെയാണ്. നമ്മെ സംബന്ധിച്ച് സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇനി ശവ്വാലിൽ എങ്ങനെയൊക്കെയാകും എന്നുള്ളതുണ്ട്. റമളാനിൽ എന്തൊക്കെ ചെയ്തു എന്നുള്ളതോടൊപ്പം തന്നെ, റമളാനിൽ എങ്ങനെയൊക്കെ ആയി എന്നുള്ളതോടൊപ്പം തന്നെ ഇനി ശവ്വാലിൽ എങ്ങനെയൊക്കെയാകും എന്നുള്ളതൊക്കെ നമ്മുടെ ആലോചനകളിലുണ്ട്, ഉണ്ടാവണം. എന്താണെങ്കിലും അള്ളാഹുവിന്റെ അടുക്കലേക്ക് നമുക്കൊരു തിരിച്ചുപോക്കുണ്ട്. ആ തിരിച്ചുപോക്കിനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മളുള്ളത്. നമ്മുടെ അടുക്കൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോന്നും റബ്ബിന്റെ അടുക്കലേക്ക് ഏറ്റെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഏറ്റെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാലോ, സൂറത്തു ഖാഫ് ഇങ്ങനെ വായിച്ചു വരുമ്പോ അള്ളാഹു നമ്മോട് പറയുന്നത് 17 മുതൽ 20 വരെയെങ്കിലും ആയത്തുകൾ നമ്മളൊന്നിങ്ങനെ മനസ്സിരുത്തി വായിക്കണം. അറിയാവുന്ന ആയത്തുകളാണ്. ഇത് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിശ്ശിമാലി ഖഈദ്. ഏറ്റെടുക്കുന്ന 2 മലക്കുകളെ കുറിച്ച് പറയുന്നുണ്ട് അവിടെ. ആ 2 മലക്കുകളുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല. ആ 2 മലക്കുകൾ മുതലഖിയാനി, 2 ആളുകൾ ഇങ്ങനെ ഏറ്റെടുക്കുകയാണ്. അനിൽ യമീൻ വ അനിശ്ശിമാൽ, ഒരാൾ യമീനിലുണ്ട്, ഒരാൾ ഷിമാലിലുണ്ട്. ഇടതുഭാഗത്തും വലതുഭാഗത്തും നിന്നുകൊണ്ട് 2 ആളുകളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണോ അത് നന്മയാണെങ്കിൽ നന്മ, തിന്മയാണെങ്കിൽ തിന്മ, പോരാത്ത കാര്യങ്ങളാണെങ്കിൽ വേണ്ടാത്തത്, അങ്ങനെ ഒക്കെ എന്തൊക്കെ അർത്ഥത്തിലാണ് നമ്മൾ ചെയ്തത്, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, അതിങ്ങനെ ഏറ്റെടുത്ത് വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവിന് എല്ലാം അറിയാം എന്നതിനപ്പുറമുള്ള ഒരു സംവിധാനമാണത്. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബുൻ വ അതീദല്ല. അതുകൊണ്ട് സാന്ദർഭികമായിട്ട് പറയട്ടെ, പലരുടെയും ധാരണയിൽ റഖീബ്, അതീദ് എന്നീ 2 മലക്കുകൾ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. റഖീബ്, അതീദ് 2 മലക്കുകളുടെ പേരേ അല്ല. കാത്തിരിക്കുകയും തയ്യാറായി നിന്നിട്ട് നിരീക്ഷിക്കുകയും ചെയ്യുന്ന മലക്ക്, അതാണ് അവിടെ അർത്ഥമുള്ളൂ. അപ്പൊ ആ ഒരു മലക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ വാക്കുകളെ ഒന്നും വിട്ടുപോകാതെ നമ്മളിൽ നിന്ന് മാ യൽഫിളു മിൻ ഖൗലിൻ, ഓരോ ഖൗലും, നമ്മൾ പറഞ്ഞ ഒരു പ്രാർത്ഥനയും നമ്മൾ ചൊല്ലിയ ഒരു ദിക്റും നമ്മളുടെ പ്രവർത്തനങ്ങളിൽ വന്നിട്ടുള്ള ഒരു പ്രവർത്തനവും ആ റെക്കോർഡിൽ, ആ ഒരു ഏറ്റെടുക്കുന്നിടത്ത് വന്ന് പെടാതെ, അത് രേഖപ്പെടുത്തപ്പെടാതെ പോകുന്നില്ല എന്നാണ്. ഇത് നമുക്കൊക്കെ തിരിച്ചറിവാണ്. എന്നിട്ടോ ഇതിന്റെ പിറകെ നമ്മളെ കാത്തിരിക്കുന്നത് വജാഅത് സക്റത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്. നമ്മളൊക്കെ ഇപ്പൊ തന്നെ വരരുതേ എന്ന് വിചാരിച്ചുകൊണ്ട്, അങ്ങനെ ചിന്തിച്ചുകൊണ്ട്, ഇപ്പോഴാകരുതേ എന്നുള്ള ചിന്തയോടുകൂടി ഇങ്ങനെ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം ഉണ്ടല്ലോ. അലംഘനീയമായ ജീവിതത്തിൽ എന്തായാലും നമ്മളെ തേടിയെത്തും എന്ന് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മരണം, ആ മരണം വജാഅത് സക്റത്തുൽ മൗത്ത്, മരണത്തിന്റെ സക്കറാത്ത്,
അതിന്റെ ഒരു വല്ലാത്ത ഒരു അവസ്ഥ അത് നമ്മളെ തേടിയെത്തും എന്ന്, എത്തിയിരിക്കുന്നു എന്നുള്ള നിലക്ക് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ഈ പ്രവർത്തനങ്ങൾക്ക് പിറകെ നമ്മളെ തേടിയെത്തുന്ന മരണത്തെക്കുറിച്ച് അള്ളാഹു ആലോചിപ്പിക്കാൻ വേണ്ടി ഈ അവതരിപ്പിച്ചത് നമ്മുടെ മനസ്സുകളിൽ എന്തായാലും ഉണ്ടാകണം. അതുണ്ടാകുമ്പോൾ എന്താണെന്നറിയോ നേട്ടം? നമുക്കുള്ള പോരായ്മകളെ വിലയിരുത്താൻ സാധിക്കും. പോരായ്മകളെ വിലയിരുത്തുമ്പോൾ എന്താ ഗുണം എന്നറിയോ? ഇനി കിട്ടിയ ഈ അവസരങ്ങൾ, ബാക്കിയുള്ള ദിവസങ്ങളുണ്ടല്ലോ, ആ ദിവസങ്ങൾ കഴിഞ്ഞു പോയതുപോലെ പോരാ എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് അവൻ വാഗ്ദത്തം ചെയ്തിട്ടുള്ള, അവൻ ഉറപ്പ് പറഞ്ഞിട്ടുള്ള ആ ഒരു റബ്ബിന്റെ മുൻപിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളത് അത് എന്തായാലും സംഭവിക്കും. നമ്മൾ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്ന ഈ അലംഘനീയമായ വിധിയെക്കുറിച്ച് അള്ളാഹു ഉറപ്പെടുത്തിയത് ഈ സന്ദർഭങ്ങളിൽ നമ്മുടെ മനസ്സുകളിലേക്ക് കൊണ്ടുവരിക. സഹോദരങ്ങളെ, റമദാൻ യാത്രയാകുമ്പോൾ നാം ആലോചിക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഉറപ്പായും സംഭവിക്കാനിരിക്കുന്ന ഈ അന്ത്യയാത്രയെക്കുറിച്ചുള്ള ആലോചനകളായിരിക്കേണ്ടതുണ്ട്. ദുനിയാവിൽ നിന്നുള്ള നമ്മുടെ യാത്രയെക്കുറിച്ചല്ലല്ലോ, മറിച്ച് ദുനിയാവിലെ ഏതെങ്കിലും ഒരു ടൂറിനെ കുറിച്ചല്ലല്ലോ, മറിച്ച് നമ്മൾക്ക് റബ്ബിനെ കണ്ടുമുട്ടാനുള്ള യാത്ര. അവന്റെ അടുക്കൽ നിന്നാണ് ഈ കഷ്ടപ്പാടുകൾക്ക്, ഈ ദുരിതങ്ങൾക്ക്, ഈ ത്യാഗങ്ങൾക്ക്, നമ്മൾ സഹിച്ച ദാഹത്തിന്, നമ്മൾ സഹിച്ച വിശപ്പിന്, നമ്മൾ നിന്ന് നമസ്കരിച്ച നമസ്കാരങ്ങൾക്കൊക്കെയും റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലത്തെ കാംക്ഷിച്ചുകൊണ്ട് നമ്മൾ അവിടേക്ക് എത്തേണ്ടതുണ്ട്, എത്തും എന്നുള്ളത്, റബ്ബിനെ കണ്ടുമുട്ടും എന്നുള്ളത് അലംഘനീയമായ ഉറപ്പായ വിധിയാണ്. അവിടെ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോ പ്രതിഫലത്തെ റബ്ബിന്റെ അടുക്കൽ നിന്ന് ഏറ്റുവാങ്ങാൻ സാധിക്കുന്ന രീതിയിൽ അഭിമുഖീകരണം ഉണ്ടാകണം, കണ്ടുമുട്ടാൻ സാധിക്കണം. റമദാനിലെ നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. സംതൃപ്തരാണോ? റമദാനിൽ ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞല്ലോ, ഈ കഴിഞ്ഞ ദിനങ്ങളെ കുറിച്ച് നമ്മൾ സംതൃപ്തരാണോ? അവനവനോട് ചോദിക്കുക, ഞാൻ സംതൃപ്തനാണോ എന്ന് നമ്മൾ ഓരോരുത്തരും അവനവനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. വിശ്വാസത്തോടുകൂടി, ഈമാനോടുകൂടി എന്ന് പറഞ്ഞല്ലോ, ഇഹ്തിസാബ്, പ്രതിഫലേച്ഛയോടുകൂടി തന്നെയാണോ ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് എന്ന്, അങ്ങനെ ഒരു പ്രാർത്ഥന നിർഭരമായ മനസ്സോടുകൂടി തന്നെയാണോ നമ്മുടെ ദിനങ്ങൾ കഴിച്ചുകൂട്ടിയത് എന്ന് നമ്മൾ ആലോചിക്കുകയും വേണ്ട രീതിയിലുള്ള തിരുത്താനുള്ള സമയം ഇപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. ഈ ദിവസങ്ങൾ ഇനി എത്രമേൽ ഊർജ്ജസ്വലമായി നമ്മൾ മുതലാക്കുന്നുവോ, ആ വാക്ക് പറഞ്ഞാൽ ഭംഗിയുള്ള വാക്കാണല്ലോ, മുതലാക്കുന്നുവോ, നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുവോ, അതിനനുസരിച്ച് നമുക്ക് ഈ ചിന്തകളുടെ ഈ നമ്മുടെ ചിന്തകൾ എത്രമേൽ ക്രിയാത്മകമാക്കാം എന്നുള്ളത് കൂടി നമുക്ക് റിസൾട്ടായിട്ട് കിട്ടും. നമ്മുടെ വീടിനെ കുറിച്ച് ആലോചിക്കണം, നമ്മുടെ വീട്ടിലെ അവസ്ഥകളെ കുറിച്ച് ആലോചിക്കണം. ഒരു വേള പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങാനും ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥിയായി അങ്ങോട്ട് കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ, റബ്ബിന്റെ അടുക്കലേക്ക് ഇഷ്ടപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന, പ്രവാചകൻ ഇഷ്ടപ്പെടുന്ന ഒരു വീടിന്റെ അന്തരീക്ഷം വീട്ടിലുണ്ടോ? അങ്ങനെ ആക്കിയെടുക്കാൻ വേണ്ടി റമദാനിലെങ്കിലും നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ? ആ അർത്ഥത്തിൽ നമ്മൾ സംതൃപ്തരാണോ? നമ്മുടെ ആലോചനകളിൽ വരേണ്ടതാണ്. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ പെരുമാറ്റങ്ങൾ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരച്ചു കാണിച്ചു തന്നൊരു ജീവിതം ഉണ്ടല്ലോ, ആ ജീവിതത്തെ കുറിച്ച് നമ്മൾ ഒരുപാട് മനസ്സിലാക്കുന്നുണ്ടല്ലോ. അങ്ങനെ എന്റെ കുടുംബത്തെയാക്കണം, എന്റെ മക്കളെ ആ രീതിയിൽ തർബിയത്ത് കൊടുക്കണം. മക്കളോട് അനീതി കാണിച്ചിട്ടുണ്ടോ? കുടുംബത്തോട് അനീതി കാണിച്ചിട്ടുണ്ടോ? അയൽവാസി അനീതി കാണിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ. അത്തരം കാര്യങ്ങളിലൊക്കെയും മാറ്റം ഉൾക്കൊള്ളാൻ തക്കതായ രീതിയിൽ നമ്മുടെ റമദാനിനെ, കഴിഞ്ഞുപോയ ദിവസങ്ങളെ നമുക്കൊരു തർബിയത്ത് കിട്ടാൻ തക്കതായ രീതിയിൽ നമ്മൾ പരിവർത്തിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. നമ്മുടെ ഉമ്മയും നമ്മുടെ ഉപ്പയും നമ്മളെ സംതൃപ്തരാണോ? അവരോട് കയർത്ത് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല. കഴിഞ്ഞു പോയതിന്റെ കാര്യത്തിലൊക്കെ റബ്ബിനോട് മാപ്പ് ചോദിച്ചിട്ടുണ്ട്, ഉമ്മനോട് ഉപ്പനോട് പൊരുത്തപ്പെടിപ്പിച്ചിട്ടുണ്ട്. അവ രണ്ടുപേരും തൃപ്തരാണ് എന്നുള്ള ചിന്തയോടുകൂടി തന്നെ ഈ ദിവസങ്ങളിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടോ? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അവരെ ധിക്കരിച്ചിട്ടില്ല എന്ന് ഉറപ്പോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുക, അവരോട് അനുസരണക്കേട് കാണിച്ചിട്ടില്ല എന്ന് ഉറപ്പിക്കാൻ കഴിയുക. ഇങ്ങനെ കാര്യങ്ങളുണ്ട്. കാരണം റമദാൻ ആ തർബിയത്തിനുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ആ കാര്യങ്ങൾ ഒരു തർബിയത്തിന്റെ പാഠങ്ങൾ എന്നുള്ള നിലയ്ക്ക് ഈ ചോദ്യങ്ങൾ നമ്മളിൽ നിന്ന് ഉണ്ടാകണം എന്ന് ഇവിടെ നമ്മൾ ഒരു ഉണർത്തലായിക്കൊണ്ട് മുന്നോട്ട് വെക്കുന്നത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് നമുക്കൊരു പോസിറ്റീവായ ഉത്തരം റബ്ബിന്റെ മുൻപിൽ ബോധിപ്പിക്കാൻ കഴിയുമെങ്കിൽ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ സന്തോഷവാന്മാരായിരിക്കും. അതാണ് ഉത്തരം. റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ സന്തോഷവാന്മാരായിരിക്കും. അതല്ല, ഇനിയും തിരുത്തേണ്ടതുണ്ട് എന്നാണെങ്കിൽ ആ തിരുത്തലുകൾക്ക് നമ്മൾ ഊർജ്ജസ്വലതയോടുകൂടി നോക്കുന്ന നോമ്പോടൊപ്പം നമ്മൾ മാറാൻ ഇനിയും സന്നദ്ധരാകണം. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ
അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരിക്കലും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു അൻസാരിയായ ഒരു മനുഷ്യൻ, ഒരു സ്വഹാബി, മറ്റൊരു സ്വഹാബി റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അയ്യുൽ മുഅ്മിനീന അഫ്ദൽ, ഏറ്റവും ശ്രേഷ്ഠനായ സത്യവിശ്വാസി ആരാണ് റസൂലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറഞ്ഞ മറുപടി, അഹ്സനുഹും ഖുലുഖാ, ജീവിതത്തിലെ ഇബാദത്തുകളൊക്കെ ഒരുപാട് ചെയ്യുന്ന മനുഷ്യന്മാർ, ഒരുപാട് നോമ്പുകൾ നോൽക്കുന്ന മനുഷ്യന്മാർ, അതൊക്കെ നന്നായിട്ടുണ്ട് എങ്കിൽ അയാൾ നന്നായി എന്നല്ല റസൂലുള്ളാഹി പറഞ്ഞത്. അതൊക്കെ ചെയ്യുന്ന മനുഷ്യന്മാർ അവരുടെ ജീവിതത്തിൽ സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും നന്നാക്കിയിട്ടുണ്ടോ? അങ്ങനെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു തർബിയത്ത് റമളാനിലൂടെ, പരിശീലനത്തിലൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പോരായ്മകളെ നികത്താൻ സാധിക്കുന്ന ഒരു റമളാനാക്കി നമ്മുടെ റമളാനിനെ നമുക്ക് പരിവർത്തിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, തുടക്കം മുതൽ പറയുന്ന കാര്യമല്ലേ അത്? നമ്മൾ ആലോചിക്കണ്ടേ? നമ്മളൊക്കെയും ആലോചിക്കുമ്പോൾ ഈ ഒരു മറുപടിക്ക് നമുക്ക് അഹ്സനുഹും ഖുലുഖ, ഏറ്റവും നല്ല സ്വഭാവ പെരുമാറ്റങ്ങളുള്ള ഒരു വ്യക്തിത്വം, എന്നിലുള്ള ഒരുപാട് പോരായ്മകൾ എനിക്ക് പരിഹരിക്കാൻ സാധിച്ചു എന്ന് പറയാൻ സാധിക്കുന്നിടത്ത് നമ്മളുണ്ടോ? അതാ റസൂലുള്ളാഹി പഠിപ്പിച്ചത്. റസൂലുള്ളാഹിനോട് ആ സ്വഹാബി മറ്റൊരു ചോദ്യം കൂടി ചോദിച്ചു, അയ്യുൽ മുഅ്മിനീന അഖ്യസ്, ബുദ്ധിമാനായ സത്യവിശ്വാസി ആരാണ് എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സറുഹും ലിൽ മൗതി ദിക്റാ, നല്ലവണ്ണം മരണചിന്തയോടുകൂടി അയാൾ ജീവിക്കുന്നുണ്ടെങ്കിൽ, അധികമായ മരണചിന്ത അയാളുടെ മനസ്സിലുണ്ടെങ്കിൽ അയാൾ നല്ല ബുദ്ധിമാനാണ്. വ അഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദൻ ഉലൈകൽ അഖിയാസ്, മരണചിന്ത മാത്രം ഉണ്ടായാൽ പോരാ, അതിനപ്പുറം അയാൾ ആ മരണത്തിന് വേണ്ടി തയ്യാറെടുത്തിട്ടുണ്ടോ, ആ തയ്യാറെടുപ്പ് നന്നാക്കിയ ഒരാളാണോ? റമളാൻ അതിനുള്ള തയ്യാറെടുപ്പിന്റെ സമയങ്ങളാണ്. ആ സമയം നന്നാക്കി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടോ? ഉലൈകൽ അഖിയാസ്, ബുദ്ധിമാന്മാരാണെന്ന്. ഇതാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട മറുപടി എന്ന തിരിച്ചറിവ്. അതാണ് നമ്മൾക്ക് ഈ സമയത്ത്, ആ ഒരു ആലോചന ഈ സമയത്ത് അനിവാര്യമാണ് എന്നുള്ളതാണ്. നോക്കൂ, പരിശുദ്ധ ഖുർആൻ സൂറത്തു ഗാഫിറിൽ 39ഉം 40ഉം ആയത്തുകൾ പറയാണ്, പ്രവാചകന്റെ ഒരു ഉണർത്തലായിക്കൊണ്ട്, യാ ഖൗമി, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ച് മൂസാ നബിയുടെ ജനതയോട് പറയുന്ന സംസാരമാണ്. ഇന്നമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയ, നമ്മോട് പറയുന്നത് പോലെ വായിച്ചു നോക്കൂ. അല്ലയോ മനുഷ്യന്മാരെ, അല്ലയോ ജനങ്ങളെ, നമ്മളോടൊക്കെയും ഖുർആൻ പറയുന്നു, അല്ലയോ മനുഷ്യന്മാരെ, ഇന്നമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയ മതാഅ, തീർന്നു പോകുന്ന, പെട്ടെന്ന് വറ്റിപ്പോകുന്ന ഒരു വിഭവം മാത്രമാണ് ദുനിയാവ്. വ ഇന്നൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ, എന്നെന്നും നിലനിൽക്കാനുള്ളത്, അൽ ഖറാർ, സുഭിക്ഷമായി സുഭദ്രമായി കഴിഞ്ഞുകൂടാനുള്ളത് പരലോകമത്രേ എന്ന് അള്ളാഹു നമുക്ക് ബോധ്യപ്പെടുത്തുന്നു. എന്നിട്ട് അള്ളാഹു പറയാ, മൻ അമില സയ്യിഅതൻ ഫലാ യുജ്സ ഇല്ലാ മിസ്ലുഹ, ആർക്കെങ്കിലും എന്തെങ്കിലും സയ്യിഅത്തുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള പ്രതിഫലം എന്താണോ ചെയ്തത് അതിനനുയോജ്യമായത് കിട്ടും. വമൻ അമില സ്വാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസ, സഹോദരന്മാരെ, നമ്മൾ ഓരോരുത്തരും ഈ ആയത്ത് വെച്ച് ആലോചിച്ചു, ആണാവട്ടെ പെണ്ണാവട്ടെ, സഹോദരിമാരെ, നമ്മൾക്കെല്ലാവർക്കും ആലോചിക്കാം, ആരാവട്ടെ എന്ത് അമലുകൾ മുഅ്മിനോടുകൂടി, ഈമാനോടുകൂടി മുഅ്മിനായിക്കൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ടോ, നന്മകൾ ചെയ്തിട്ടുണ്ടോ, അവനെ സംബന്ധിച്ചിടത്തോളം ഫഉലൈക യദ്ഖുലൂനൽ ജന്ന, ബേജാറു വേണ്ട, ഫഉലൈക യദ്ഖുലൂനൽ ജന്ന, സ്വർഗ്ഗം അവർക്കുണ്ട് എന്ന് അല്ലാഹുവിന്റെ കട്ടായം വാക്കായി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവോട് പ്രാർത്ഥിക്കുകയാണ് ഈ നേരങ്ങളിലൊക്കെയും, ഇനിയുള്ള ദിവസങ്ങളിൽ എന്തായാലും അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്നത വ നഈമഹാ എന്നുള്ള പ്രാർത്ഥനകൾ ഇങ്ങനെ ഉണ്ടാവണം. അല്ലാഹുവേ, സ്വർഗ്ഗവും സ്വർഗ്ഗത്തിന്റെ അനുഭൂതികളും അനുഗ്രഹങ്ങളും ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു എന്ന പ്രാർത്ഥനകൾ നമുക്കുണ്ടാകണം. എങ്കിൽ അവർ സ്വർഗ്ഗത്തിന്റെ ആളുകളായിരിക്കും. യുർസഖൂന ഫീഹാ ബിഗൈരി ഹിസാബ്, ഈ ചെയ്തതിന്റെ അധ്വാനത്തിന്റെ പ്രയത്നത്തിന്റെ ഫലമായി കൊണ്ട് അറ്റമില്ലാത്ത, കണക്ക് നോക്കാത്ത പ്രതിഫലം അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് റിസ്ഖായിട്ട് അള്ളാഹു നൽകും എന്ന് പരിശുദ്ധ ഖുർആൻ വാക്ക് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് അനുഭവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അള്ളാഹുവെ ഞങ്ങളോട് നീ നിഅമത്തും തൗഫീഖ് ചെയ്ത് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ നാഥ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين أما بعد.
ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിധി വിലക്കുകൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി യാക്കൂബ് നബിയുടെ ജീവിതത്തിലെ ഒരു ചരിത്രം പറയുന്നുണ്ട് ഒരു കിതാബിൽ. അതിൽ അദ്ദേഹം പറയുന്നൊരു സംഗതി എന്താണെന്നറിയോ? യാക്കൂബ് നബിന്റെ അടുക്കലേക്ക് ഇടക്കിടക്ക് മലക്കുൽ മൗത്ത് വരാറുള്ളൊരു സംഭവമാണ്. മലക്കുൽ മൗത്ത് ഇടക്കിടക്ക് യാക്കൂബ് നബിനെ വന്നിട്ട് വരുന്ന സമയത്ത് മലക്കുൽ മൗത്തുമായിക്കൊണ്ട് യാക്കൂബ് നബിയുടെ സംസാരം, വഹയിന്റെ ഭാഗമായിക്കൊണ്ടുള്ളൊരു സംസാരം. യാക്കൂബ് നബി മലക്കുൽ മൗത്ത് വഹയിന്റെ പ്രവാചകരൊന്നുമല്ല, ഒരു സംസാരം. ആ സംസാരം മധ്യ ചോദിക്കുമത്രേ, താങ്കൾ ഇപ്പോൾ വന്നിട്ടുള്ളത് എന്റെ റൂഹിനെ പിടിക്കാനാണോ അതല്ല സിയാറത്തിന് വന്നതാണോ ചോദിക്കുന്നത്. അപ്പോ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയും, ഞാനിപ്പോ വന്നത് സിയാറത്തിനാണ്. അങ്ങനെ പലപ്പോഴായിട്ട് ഇങ്ങനെ വരും. ഒരിക്കൽ വന്നപ്പോ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു അത്രേ, ശരി, താങ്കൾ ഇനി വരുമ്പോൾ എനിക്ക് എന്റെ റൂഹിനെ പിടിക്കുന്നതിനെ കുറിച്ചുള്ള അറിയിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ദൂത് നൽകണം, ഒരു റസൂലിനെ എനിക്ക് വേണ്ടി നൽകണം, 1-2 റസൂലിനെ വേണം. അങ്ങനെ അത് ഏറ്റുപോയി, അത് നൽകാമെന്നൊക്കെ പറഞ്ഞ് ഏറ്റുപോയി. പക്ഷെ പ്രത്യക്ഷത്തില് യാക്കൂബ് നബിക്ക് അങ്ങനെ ഒരു ദൂത് എന്ന് തോന്നാവുന്നതൊന്നും ഉണ്ടാവണില്ല, ഒരു സന്ദേശം എന്നുള്ള നിലക്ക് റസൂലി എന്ന് തോന്നാവുന്നൊന്നുമില്ല. അങ്ങനെ റൂഹിനെ പിടിക്കാൻ വേണ്ടി വരികയാണെന്ന്. റൂഹിനെ പിടിക്കാൻ വേണ്ടി വരുമ്പോ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു അത്രേ, താങ്കൾ ഇപ്പോൾ വന്നിട്ടുള്ളത് പിടിക്കാനാണ്, റൂഹിനെ കൊണ്ടുപോകാൻ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ താങ്കളോട് ഞാൻ പറഞ്ഞിരുന്നല്ലോ റസൂലിനെ വേണമെന്ന്. റസൂലിനെ വേണം, 1-2 റസൂലിനെ എന്റെ മരണത്തെക്കുറിച്ച് റൂഹിനെ പിടിച്ചു പോകുന്നതിന്റെ മുൻപ് അത് അറിയിക്കാൻ വേണ്ടിയിട്ട് റസൂലിനെ വേണം. തന്നിട്ടുണ്ടല്ലോ. എന്തൊക്കെ തന്നത്? ഒന്ന്, കറുകറുത്തിരുണ്ട ആ മുടി നരച്ചു വന്നത് നിനക്കൊരു റസൂലായിരുന്നു. കറുത്തിരുണ്ട നിന്റെ മുടികളൊക്കെയും നരച്ചു പോയിക്കൊണ്ടിരുന്നത് ഓരോന്നോരോന്നായി നരബാധിച്ചത് നിനക്കുള്ള ഒരു ദൂതായിരുന്നു. 1. 2, നല്ല ആരോഗ്യത്തോടുകൂടി രോഗങ്ങളൊന്നുമില്ലാതെ വളരെ സുഖത്തോടുകൂടി നീ ജീവിച്ച ഒരു നല്ല കാലത്തിന് ശേഷം നീ നിന്റെ വാർദ്ധക്യത്തിലേക്ക് എത്തിയത് നിനക്കുള്ള റസൂലായിരുന്നു. അതേപോലെ നിന്റെ മുഖവും തൊലിയുമൊക്കെ പതുക്കെ പതുക്കെ ചുക്കിച്ചുളിഞ്ഞിങ്ങനെ പോന്നിട്ടുണ്ടായിരുന്നല്ലോ, നിനക്കുള്ള റസൂലായിരുന്നു. കഴിഞ്ഞില്ല, നീ നിവർന്നു നിന്നവനായിരുന്നു, മുതുകോടുകൂടി നിവർന്നു നിന്നവനായിരുന്നു. എന്നാൽ അതിൽ നിന്ന് നിന്റെ ആരോഗ്യത്തിന് ക്ഷയം ബാധിച്ച് നിവർന്നു നിന്ന ആ മുതുക് ഒരല്പമൊന്ന് വളഞ്ഞു പോയിട്ടുണ്ടായിരുന്നല്ലോ, അതും നിനക്കുള്ള ദൂതായിരുന്നു എന്ന്. നമ്മുടെ ജീവിതത്തിലും എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകും ഇങ്ങനെ ഓരോ അടയാളങ്ങൾ. ആ അടയാളങ്ങൾ ജീവിതത്തിന്റെ മുന്നോട്ടു പോക്കിൽ നമ്മുടെ കൂടെ ഉള്ളതാണ്. ആ മുന്നോട്ടു പോക്കിൽ നമ്മുടെ കൂടെയുള്ള ആ അടയാളങ്ങളെ തിരിച്ചറിയാൻ നമ്മൾ ശ്രമിക്കുന്നിടത്തും മാത്രമാണ് നമ്മുടെ അമലുകൾക്ക് വെടിപ്പും വൃത്തി ഉണ്ടാകുക. ആ ഒരു ഓർമ്മപ്പെടുത്തലാണ് നമുക്ക് ഇതൊക്കെ നൽകുന്നത് എന്നതാണ് ചുരുക്കം. ആ ഒരു ചിന്തയോടുകൂടി മുന്നോട്ട് പോകുമ്പോ പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വത്തഖൂ യൗമൻ ലാ തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹുവിന്റെ അടുക്കലേക്ക് തിരിച്ചു പോകാനുള്ള ഒരൊറ്റ ആ ദിവസമുണ്ട്, അതേക്കുറിച്ചുള്ള സൂക്ഷ്മത, ആ തഖ്വയാണ് ഇബാദത്തുകൾ നമുക്ക് നേടിത്തന്നിട്ടുള്ളത്. അവിടേക്ക് നമ്മൾ എത്തും, തീർച്ചയായിട്ടും എത്തും. സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്. ഏതൊരു നഫ്സിനും അവന്റെ അധ്വാനത്തിന്റെ ഫലം യഥാർത്ഥത്തിൽ പൂർത്തിയായി അനുഭവിക്കാൻ സാധിക്കും. വഹും ലാ യുളമൂൻ. ഒരൽപ്പം പോലും ഒരാളോടും അള്ളാഹു അനീതി കാണിക്കൂല. ഇതാണ് ജീവിതം. ആ ജീവിതത്തെക്കുറിച്ചുള്ള തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ തിരിച്ചറിവോടുകൂടി ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകളെ നന്നാക്കിയെടുക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സക്കാത്തുൽ ഫിത്തറിന്റെ സമയമാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. സക്കാത്തുൽ ഫിത്തറിന്റെ കാര്യത്തിൽ ഇവിടുത്തെ ഒരു സംവിധാനം, നമ്മൾ സക്കാത്തുൽ ഫിത്തറിനെ കുറിച്ചൊക്കെ അറിയാം, ഒരുപാട് വിശദീകരിച്ച് പറയേണ്ടതില്ല. സ്വായ് കൊടുക്കണമെന്ന് പറഞ്ഞു. സ്വായിന്റെ കിലോയിലേക്ക് തൂക്കുമ്പോൾ പല അളവുകളാ വരിക. കാരണം എല്ലാവരുടെയും ഇളവ് ഒരുപോലെ ആയിക്കൊള്ളണമെന്നില്ലല്ലോ. സാധാരണ ഒത്ത മനുഷ്യനെ ഇങ്ങനെ കോരുന്ന ഒരു അളവ് എന്ന് വെച്ചാൽ 2.5 കിലോ മുതൽ 3 കിലോ വരെയുള്ളത്. ഒരു കറക്റ്റായിട്ട് നമുക്ക് കണക്ക് കിട്ടൊന്നുമില്ല. 2.5 കിലോ മുതൽ 3 കിലോ വരെ തൂക്കം വരുന്ന നാട്ടിലെ ഭക്ഷ്യധാന്യം കൊടുക്കാൻ വേണ്ടി പഠിപ്പിച്ചു. അതല്ലെങ്കിൽ ആ ഭക്ഷ്യധാന്യം വാങ്ങാൻ തക്കതായ മൂല്യവത്തായ പണമാണെങ്കിൽ അങ്ങനെ. അത് പണം വ്യക്തികൾ കൊടുക്കുക എന്നുള്ള നിലക്കല്ല, ഗുണഭോക്താക്കൾക്ക്. ഇപ്പോൾ കമ്മിറ്റിയൊക്കെ ആകുമ്പം ആ കമ്മിറ്റിയിലേക്ക് പണം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ പണം അത് ഇവിടത്തെ സംവിധാനം ഉത്തരേന്ത്യയിലേക്ക് അത് നീക്കുക എന്നുള്ളതാണ്. അത് അനുവദനീയമായ കാര്യമാണ്. കാരണം പണ്ടൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നു, പെരുന്നാൾ ആഘോഷിക്കുന്നതോടെ തന്നെ അത് അഫ്ളലാണ്. പക്ഷേ പെരുന്നാൾ ആഘോഷിക്കുന്നിടത്ത് ഗുണഭോക്താക്കളായ ആളുകൾ ഇല്ല എന്നുള്ളത് വരുമ്പോഴോ
ഒരുപാട് ഇത് കിട്ടും ചെയ്യും. എന്നിട്ട് ഒരു വീട്ടിൽ തന്നെ ഒരുപാട് ഇങ്ങനെ കുന്നുകൂടി കൊണ്ടുപോയി കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഏറ്റവും അർഹരായ ആളുകൾ തൊട്ടടുത്ത പ്രദേശങ്ങൾ, തൊട്ടടുത്ത സംസ്ഥാനങ്ങളുണ്ട് എങ്കിൽ അങ്ങോട്ട് നീക്കുക എന്നുള്ളത് ഏറ്റവും ഗുണപരമാണ്. ആ അർത്ഥത്തിൽ ഒരു ഇടപെടൽ കൂടി ഇവിടെ നടത്തുന്നുണ്ട് എന്നുള്ളത് സന്തോഷകരമാണ്. ആ നിലക്ക് നിങ്ങളുടെ അടുക്കൽ നിന്നുള്ള സകാത്തുൽ ഫിത്ർ ആ ഒരു സംവിധാനത്തിന്റെ ഭാഗമാക്കി ഇവിടുത്തെ നിശ്ചയപ്രകാരം അത് ഏൽപ്പിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. അത് ഇപ്പൊ തന്നെ ഏൽപ്പിച്ചു തുടങ്ങാം. കാരണം ഇത് ഉത്തരേന്ത്യയിലേക്ക് കൊടുക്കുമ്പം അത് ഒരു പെരുന്നാളിന്റെ ഒരു ദിവസം മുമ്പെങ്കിൽ അല്ലെങ്കിൽ 2 ദിവസം മുമ്പൊക്കെ തന്നെയും അതിന്റെ വിതരണങ്ങൾ പൂർത്തിയാക്കണമല്ലോ. അതിന് വേണ്ട സംവിധാനങ്ങളൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഘടനാ സംവിധാനങ്ങളും സെറ്റപ്പുകളും ഒക്കെ വ്യവസ്ഥാപിതമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അക്കാര്യം ആ രീതിയിൽ ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ അടുത്ത വെള്ളിയാഴ്ച പെരുന്നാളിന്റെ ഈദ്ഗാഹ് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ഒരു സംയുക്ത ഈദ്ഗാഹ് നമുക്കുള്ളത് ചുള്ളക്കാട് സ്കൂൾ മൈതാനത്ത് സമയം 7:15 എന്നുള്ള പെരുന്നാളിന്റെ സുന്നത്തൊന്നും പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ടതില്ല. അതുകൂടി സൂചിപ്പിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെയും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. അതോടൊപ്പം ഇന്ന് നമ്മുടെ കളക്ഷൻ, നമ്മുടെ പിരിവ് ഉണ്ടാകുന്നത്, ബക്കറ്റ് പിരിവ് ഉണ്ടാകുന്നത് എബിലിറ്റിക്ക് വേണ്ടിയാണ്. മാർച്ച് 13 എന്ന ഈ ദിവസം എബിലിറ്റി ഡേ ആയിട്ടാണ് നമ്മുടെ പള്ളികളിലൊക്കെയും നമ്മൾ ഒരു കളക്ഷൻ നടത്തുന്നത്. എബിലിറ്റി നമുക്കറിയാം, ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അവരെ പുനരധിവസിപ്പിക്കുകയും അവർക്ക് വിദ്യാഭ്യാസം നൽകുകയും ചെയ്യുന്ന പുളിക്കലിലുള്ള വളരെ ശ്രദ്ധേയമായ ഒരു സ്ഥാപനമാണ്. ആ അതിന്റെ മുന്നോട്ട് പോക്ക് എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ബാധ്യത തന്നെയാണ്. അതുകൊണ്ട് തന്നെ കഴിയുന്ന പരമാവധി നമ്മൾ ഈ മാർഗത്തിൽ നമ്മുടെ അടുക്കൽ നിന്ന് മനസ്സൊഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഉദാരമായ എന്നൊക്കെ പറയാലോ, ആ നിലക്കുള്ള ഇടപെടലുകൾ ഉണ്ടാവണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ചെയ്തു വരുന്ന എല്ലാ അമലുകളും അല്ലാഹുവേ നീ സ്വീകരിക്കണമേ റഹ്മാനെ. ഞങ്ങളിൽ സംഭവിച്ചു പോകുന്ന തെറ്റുകളും കുറ്റങ്ങളും വീഴ്ചകളും പോരായ്മകളും ഞങ്ങൾക്കെല്ലാവർക്കും നീ പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് ഇഹലോകവാസം വെടിഞ്ഞവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അവരുടെ ഖബർ ജീവിതം നീ വിശാലമാക്കി കൊടുക്കുകയും ഞങ്ങളെയും അവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, ദയാപരനും സർവ്വലോക പരിപാലകനുമായ നാഥ, ഞങ്ങളുടെ മക്കളിൽ, ഞങ്ങളുടെ ഇണകളിൽ ഞങ്ങൾക്ക് നീ കൺകുളിർമയും സന്തോഷവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, രോഗികളായിക്കൊണ്ട് കിടക്കുന്നവർക്ക്, കടപ്പറയിൽ രോഗികളായിട്ടുള്ളവർക്ക്, ആരോഗ്യപരമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക്, കടങ്ങളെ കൊണ്ട് കുടുങ്ങിയവർക്കൊക്കെയും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകി അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംബാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين وأذل الشرك والمشركين. اللهم انصر دينك وكتابك وسنة نبيك يا أرحم الراحمين. اللهم إنا نسألك أن تغفر لنا ما قدمنا وما أخرنا وما أسررنا وما أعلنا وما أنت أعلم به منا. اللهم ألف بين قلوبنا، اللهم ألف بين قلوبنا، اللهم ألف بين قلوبنا وأصلح ذات بيننا واهدنا سبل السلام. സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യം തീർച്ചയായിട്ടും യുദ്ധം. അതിന്റെ ഓരോ ദിശങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സമാധാനം ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ നാടുകളിൽ നിന്ന്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെയുള്ള പ്രവാസികളായ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. പലരും ഇങ്ങനെ സംസാരിക്കുമ്പോൾ ബിസിനസ് രംഗത്തുണ്ടാകുന്ന പ്രതിസന്ധികളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പല രംഗത്തും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് വരാനിരിക്കുന്നേയുള്ളൂ. ആ കാര്യങ്ങളിലൊക്കെയും തികഞ്ഞ പ്രാർത്ഥനകൾ, നിറഞ്ഞ പ്രാർത്ഥനകൾ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ക്രൈസിസ് ആകുന്ന, ഒരു പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളൊന്നും മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാനുള്ള പ്രാർത്ഥനകൾ അല്ലാഹു എളുപ്പം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ലാ സഹല ഇല്ലാ മാ ജഅൽതഹു സഹല, അല്ലാഹുമ്മ യസ്സിർ ലനാ ഉമൂറനാ യാ അർഹമർ റഹീമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസലാമുൻ അലൽ മുർസലീൻ.